എൻ്റെ സ്വന്തം നീതിക്കല്ല, ദൈവം തുറന്ന് വച്ചിരിക്കുന്നു, വരച്ച ആ വഴിയിലൂടെ നീങ്ങേണ്ടതിനാ. അപ്പസ്തോലൻ പറയാം, എൻ്റെ ആഗ്രഹം അതാ. ഹല്ലേലൂയ. അവനവൻ്റെ വിശ്വാസം അവനവനെ രക്ഷിക്കും. ഹല്ലേലൂയ. അത് ചിന്തിക്കരുതേ. അവനവൻ്റെ വിശ്വാസമല്ല, ചിലവരല്ലേ അവനവൻ്റെ വിശ്വാസം അവനെ രക്ഷിക്കും, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ, ഇങ്ങനെ ഉടായിപ്പ് ന്യായങ്ങളൊക്കെ പറയാറുണ്ട്. അങ്ങനെയൊന്നുമല്ല. അത് ഉറപ്പായിട്ട് അങ്ങനെയൊന്നും അല്ലെന്ന് തന്നെ പറയണം. അങ്ങനെയൊന്നുമല്ല. ഒരേ ഒരു വഴിയേ ഉള്ളൂ. എൻ്റെ പ്രിയരെ, ഞാൻ ഈ ഉൽപ്പത്തി പുസ്തകത്തിൽ നീ ഉദാഹരണം എടുത്ത് കാണിക്കാൻ പറഞ്ഞത്, പഴയ നിയമത്തിൽ ഒന്നാമത്തെ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആദ്യത്തെ 3-4 അധ്യായങ്ങൾ കാണുന്ന വ്യക്തിയിൽ കൂടെ ദൈവം പറയുക, ദേ ഞാൻ തുറന്ന വഴി ഇത് രക്തം ചൊരിഞ്ഞുള്ള വഴിയാണ്. തൻ്റെ പുത്രൻ തൻ്റെ ഹൃദയത്തിൽ മറഞ്ഞിരുന്ന സഭ എന്ന മർമ്മത്തിൻ്റെ രഹസ്യത്തിൻ്റെ നിഴല ഉൽപ്പത്തി 3-ാം അധ്യായത്തിൽ ഹല്ലേലൂയ കണ്ടത്. ദൈവം മൃഗത്തെ കൊന്ന് അതിൻ്റെ തോല് എടുത്ത് ഇവരുടെ നഗ്നത മറയ്ക്കുമ്പോൾ താൻ മനസ്സിൽ മറഞ്ഞിരുന്ന സത്യം എന്താ? വീണ്ടും പിന്നീട് എൻ്റെ പുത്രൻ ഈ സർവ്വലോകത്തിൻ്റെയും പാപത്തിൻ്റെ പരിഹാരത്തിനായി നിർദോഷവും നിഷ്കളങ്കവുമായ രക്തം കാൽവരിയിൽ ചൊരിഞ്ഞ് നമ്മുടെ നഗ്നത മറയ്ക്കുന്ന ഒരു സമയമുണ്ട് പ്രിയരെ. ഹല്ലേലൂയ. അതാ ദൈവം വെച്ചിരിക്കുന്ന വഴി. വേറൊരു വഴിയിൽ. അത് വിശ്വാസത്തോടെ ഏറ്റെടുത്തോണം. അത് വിശ്വാസത്തോടെ ഏറ്റെടുത്ത് കർത്താവിനോട് കർത്താവും രക്ഷകനും നാഥനുമായി ഏറ്റുപറഞ്ഞ് ക്രിസ്തുവിലാകാത്തവരാരും മണവാട്ടി സഭ എടുക്കുമ്പോൾ എടുക്കപ്പെടില്ല പ്രിയരെ.